നമസ്കാരം. ബിഗ് ബോസ് എന്ന ചാനലിലെ മത്സരാർത്ഥിയായിരുന്ന ഡോക്ടർ റോബിൻ വെറും തരികളെയാണെന്നും ഉള്ള തെളിയിക്കുന്ന കാര്യമാണ് വരദലക്ഷ്മി എന്നൊക്കെ പറയുന്ന ലക്ഷ്മി പറഞ്ഞേക്കുന്നത്. ലക്ഷ്മിയെ കുറെ എല്ലാവർക്കും അറിയാൻ പറ്റും. ലക്ഷ്മിയും ഈ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ആളും ബിഗ് ബോസിലൂടെ കടന്നു വന്നവരാണ് അല്ലേ. നമ്മളെല്ലാവരും കണ്ടതാണ്. കാരണം വളരെ ഫേമസ് ആയിട്ട് ബിഗ് ബോസിൽ കാണുന്നവരൊക്കെ, കുറച്ച് സ്റ്റാർ പദവിയിലേക്ക് എത്തുന്നവരൊക്കെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നവരാണ്. അങ്ങനെ അറിയപ്പെട്ടു വന്നു, വേറെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ പെട്ടെന്ന് ബിഗ് ബോസിലൂടെ ഫേമസ് ആയ രണ്ടു പേരാണ് ലക്ഷ്മിയും ഡോക്ടർ റോബിനും. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ 3-4 ദിവസമായി അടുപ്പിച്ച് വരദലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി എന്ന് പറയുന്ന ലക്ഷ്മി മാധ്യമങ്ങൾ, TV, റിപ്പോർട്ടർ, മലയാള മനോരമ, ഒട്ടുമിക്ക മലയാളത്തിലെ ചാനലുകളുടെ മുമ്പിൽ, വാർത്താ ചാനലുകളുടെ മുമ്പിൽ വരികയുണ്ടായി. പുള്ളിക്കാരി 8 ലക്ഷം രൂപ റോബിന് കൈവായ്പയായി കൊടുത്തു. അതിൽ 4 ലക്ഷം രൂപ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കയ്യിൽ കൊടുത്തു എന്നാണ്. അതുപോലെ തന്നെ 3 ലക്ഷം രൂപയും 1 ലക്ഷം രൂപ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അക്കൗണ്ടിലേക്ക് ഇട്ടു. ഈ അക്കൗണ്ടിലേക്ക് ഇട്ട് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് വരദലക്ഷ്മി എന്താണ് പറയുന്നത് നോക്കാം. ലക്ഷ്മിയുടെ വാക്കുകളിലേക്ക് നോക്കാം. ആദ്യം വാങ്ങിച്ച കുറച്ചുള്ള എമൗണ്ട് തിരിച്ച് തന്നിട്ടുണ്ട്. നിലവിലുള്ളത് 8 ലക്ഷം രൂപയാണ്. ഇത് അക്കൗണ്ട് വഴിയാണോ തന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു 4 ലക്ഷം രൂപ ക്യാഷ് ഇൻ ഹാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 4 ലക്ഷം രൂപ അക്കൗണ്ട് വഴി വാങ്ങിച്ചിട്ടുണ്ട്. അക്കൗണ്ട് വഴി വാങ്ങിച്ചിരിക്കുന്നത് 1 ലക്ഷവും 3 ലക്ഷവും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ക്യാഷ് കൊടുത്തത് ഫുള്ള് 4 ലക്ഷമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പാലാരിവട്ടത്തായിരുന്നു കൊണ്ട് കൊടുത്തത്. ഇത് റോബിന് എത്ര പൈസ കൊടുത്തു, എത്ര പൈസ കിട്ടി? സിമ്പിളായിട്ട് വരദലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്, ഇത്രയും രൂപ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്ത തുക കൃത്യമായി എവിഡൻസ് ഉള്ള 4 ലക്ഷം രൂപ, അത് അക്കൗണ്ട് ട്രാൻസ്ഫർ ആവേണ്ട എവിഡൻസ് ആണല്ലോ. ക്യാഷ് ഇൻ ഹാൻഡ്, അതായത് നമ്മുടെ കൈകളിൽ ഒരാൾ വ്യക്തി വിശ്വാസത്തിൻ്റെ ഇത് വെച്ച് കൊടുക്കുന്ന ക്യാഷിന് നമ്മൾ ആ വാക്കാനുള്ള ഒരു തെളിവേ ഉള്ളൂ. പ്രത്യേകിച്ച് തെളിവ് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? 4 ലക്ഷം രൂപ അല്ലെങ്കിൽ എടുത്ത ആളുടെ അക്കൗണ്ടിൽ ഈ വരദലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി മറ്റൊരാളുടെ കയ്യിൽ നിന്നാണ് പണം വാങ്ങിക്കുന്നത്. ഈ പണം വാങ്ങി റോബിൻ എന്ന് പറയുന്ന ഡോക്ടർക്ക് കൊടുത്തു. ഈ റോബിൻ ഡോക്ടറെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. റോബിൻ ഉപയോഗിക്കുന്ന കാർ, ജീപ്പ്, വാടകയ്ക്കാർ പോലും ഒരുപാട് പേരെ പറ്റിച്ച കഥകൾ കേൾക്കുന്നുണ്ട്. അതായത് പണം മേടിക്കുക, തിരിക്കുക മറിക്കുക, ഒരുപാട് പേരെ പറ്റിച്ച് ഒരുപാട് പേർക്ക് പൈസ തിരിച്ചു കൊടുക്കാറുണ്ട്. ഇനി ഡോക്ടർ റോബിൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ഇത് പറയുന്നത് നമുക്ക് നോക്കാം. ഡോക്ടർ റോബിൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയ്ക്കുള്ള തെളിവേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വൈഫിനെ എല്ലാവർക്കും അറിയാം. കാരണം ബിഗ് ബോസ് തന്നെ ഉണ്ടായിരുന്നൊരു മത്സരാർത്ഥിയായിരുന്നു, പൊടിമോൾ എന്നൊക്കെ നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ആ പെൺകുട്ടിയാണ് റീസെൻ്റായിട്ട് ഡോക്ടർ റോബിൻ കല്യാണം കഴിച്ചത്. സോഷ്യൽ മീഡിയയിലും TV ചാനലുകളിലും ഒത്തിരി ചർച്ചയായിട്ടുള്ള കാര്യമാണ്. ഇപ്പം അദ്ദേഹം പറയുന്നത്, എൻ്റെ ഭാര്യയെ ഈ വിഷയത്തിൽ, പൊടിമോള അല്ലെങ്കിൽ ആ പുള്ളിയുടെ ഭാര്യയെ ഇതിനകത്തേക്ക് വലിച്ചിഴക്കരുത്, ഇതൊരു കുടുംബ പ്രശ്നത്തിലേക്ക് എത്തിക്കരുത്, വീട്ടുകാരെ വലിച്ചിഴക്കരുത്. നിനക്ക് നാണമുണ്ടോ ഉടുപ്പില്ലാത്തവനെ? ഇപ്പം ഇവൻ പറയുന്നത് പ്രകാരം പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ വരണമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഇവൻ എന്താണ് പറയുന്നത്. അല്ലെങ്കിൽ ഡ്രഗോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ എന്താ പറയുക, പീഡന കേസോ കാര്യങ്ങളൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്തുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും ട്രാൻസാക്ഷനും എല്ലാം ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് കം, പോലീസ് സ്റ്റേഷനിൽ വരൂ, ഞാൻ അവിടെ വരാം. നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ രണ്ടുപേരുടെ ഭാഗം കാണിക്കാം, നമ്മുടെ രണ്ടുപേരുടെയും തെളിവുകൾ കാണിക്കാം. ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കട്ടെ, ആരുടെ ഭാഗത്താണ് ജെന്യൂൻ എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ അപ്പം നിങ്ങൾ അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തൂ, ഞാനും അവിടെ വരാം. അത് മാത്രമല്ല, ഈ പറഞ്ഞ കണക്ക് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞുള്ള രീതിയിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് പകരം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാവില്ലേ. കാരണം എനിക്കല്ലേ ഫണ്ട് തന്നത്, അല്ലെ എൻ്റെ വൈഫിൻ്റെ ആവശ്യത്തിനല്ലല്ലോ. എന്തോ ബിസിനസ് ആവശ്യത്തിനൊക്കെ പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ആവശ്യമില്ല. കാരണം എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടതിന് ശേഷം ആ സമയത്ത് തന്നെ സ്പോട്ടിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നതിൻ്റെ ട്രാൻസാക്ഷനൊക്കെ എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? സോ ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട്, ഒരുപാട് പേര് ചീത്ത വിളിക്കുന്നുണ്ട്, ഒരുപാട് പേര് കാര്യം അറിയാതെ ഒരുപാട് പേര് എന്നെ ക്രൂശിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കാൻ ഞാനിപ്പോൾ വില്ലിങ് ആണ്. പക്ഷേ എല്ലാവരും സത്യം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സെറ്റിൽ ചെയ്യേണ്ട കാര്യമാണോ? നിങ്ങൾ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഇതൊരു ഹണി ട്രാപ്പാണ്. ആയിക്കോട്ടെ, ഹണി ട്രാപ്പാണ്. ഇങ്ങനെയാണോ ട്രാപ്പ് ചെയ്യുന്നത്? ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച? നിങ്ങൾ ആദ്യം യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്താണ് ഹണി ട്രാപ്പ് എന്ന് എന്താണെന്ന്.
അതുപോലെ നിങ്ങളിപ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നിങ്ങളുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് 4 ലക്ഷം രൂപ ക്രെഡിറ്റ് ചെയ്തത്. അത് വലിയൊരു തെളിവാണ്. അങ്ങനത്തെ തെളിവുള്ളത് വളരെ നല്ലതാണ്. കാരണം എന്നറിയോ, നിങ്ങളുടെ ഭാര്യ ആ നിഷ്കളങ്കയായ പെൺകുട്ടി ഒന്നും അറിയാത്ത ആളാണെങ്കിൽ നല്ല കാര്യം. ആ പെൺകുട്ടി ഇതിൽ പ്രതിയായി. ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തി പോലീസ് സ്റ്റേഷനിൽ സന്ധിക്ക് ചർച്ചയ്ക്ക് ഇവരെ വിളിക്കുമ്പോൾ ഇവർ FIR ഇട്ട് പോകാൻ ഇവർ പോലീസ് സ്റ്റേഷനിൽ കയറാൻ തയ്യാറാകാത്തതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പിടിപാട്, നിങ്ങൾ BJPയുടെ ഒരു നേതാവാണ്, അല്ലെങ്കിൽ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മത്സരിച്ച ഒരു നേതാവാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഹാജരാകാനും സംസാരിക്കാനും ഒത്തിരി മേലുദ്യോഗസ്ഥരുണ്ടാവും. അപ്പോൾ അത് ഇഷ്ടപ്പെടായികകളായിരിക്കാം ഇവർ TV മാധ്യമങ്ങളിലൂടെ വന്നത്. ഒരു പക്ഷേ നിങ്ങൾ കോടതിയിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പം നിങ്ങളുടെ ഭാര്യയും ഇതിനകത്ത് മൂകസാക്ഷിയായിട്ട് തെറ്റുകാരിയായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഭാര്യയുടെ കൈകളിലേക്കാണ് ഇത്രയും തുക ക്രെഡിറ്റ് അയക്കുന്നത്. 1 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും നിങ്ങളുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് വരികയും നിങ്ങൾ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അത് അവിടെ നിന്നാണ് സഡനായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ ഇതിൽ തെറ്റുകാരായിട്ട് നിങ്ങളുടെ ഭാര്യയും പെടും. നിങ്ങൾ ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് വരദലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി പൈസ മാറ്റിയത്. വലിയ അലിഗേഷനാണ് അവർ പറയുന്നത്. അവർ പറയുന്ന അലിഗേഷൻ ഞാൻ ഇവിടെ നിങ്ങളെ പ്ലേ കേൾപ്പിച്ചതാണ്. എന്താണ് രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള ഇത്? 4 ലക്ഷം രൂപ കയ്യിൽ നിന്ന് എന്താ പറയണ്ടേ, തെളിവില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിക്ക് കടം കൊടുക്കുന്നു, ഒരു എഗ്രിമെൻ്റ് വെക്കാത്തിടത്തോളം കാലം അല്ലെങ്കിൽ ഒരു തെളിവില്ലാത്തിടത്തോളം കാലം ഈ റോബിന് വാദിക്കാം അങ്ങനെ ഒരു പണം എൻ്റെ കൈ വന്നിട്ടില്ല. 4 ലക്ഷം രൂപയെ അവർ എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുള്ളൂ. അത്രയും കള്ളത്തരം ഒരു പെൺകുട്ടി സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയും TV ചാനലുകൾക്ക് മുമ്പിൽ വന്ന് ഇത്രയും കള്ളത്തരം പറയേണ്ട ഒരു കാര്യമില്ല. ഒരു 8 ലക്ഷം രൂപയുടെ കേസിന് വേണ്ടി ഈ ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി ഒരിക്കലും ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നാലും അവർ വരും വരായികൾ ചിന്തിച്ചിട്ടുണ്ടാവണം അല്ലേ? ഇന്ന് നാളെ ഒരു കേസ് ഉണ്ടാകുമെന്നും സ്വമേധയ വേണമെങ്കിൽ കേസെടുക്കാം പോലീസിന്. ഇങ്ങനെ ആർഗ്യുമെൻ്റ് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു TV മാധ്യമങ്ങളിലായാലും അതുപോലെ തന്നെ അതെ TV മാധ്യമങ്ങളിൽ എല്ലാ TV മാധ്യമങ്ങളിൽ വാർത്താ ചാനലുകൾ വരുന്ന ഈ സംഭവത്തെക്കുറിച്ച് സ്വമേധയ പോലീസിന് കേസെടുക്കാൻ പറ്റും. കാരണം ഇതൊക്കെ IT ആക്ട് പ്രകാരം കേസെടുക്കാം. IT ആക്ട് പ്രകാരം ക്രയവിറക്കിയം മാത്രമല്ല നടന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകുമ്പോൾ ഒരു ബിഗ് ബോസിലെ പോലത്തെ ഒരു സ്ഥലത്ത് മത്സരാർത്ഥികളായിരിക്കുമ്പോഴുള്ള ആ ഫെയിം വെച്ച് അല്ലെങ്കിൽ ഡോക്ടർ റോബിനെ പോലുള്ള ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ആർക്കും പരാതി കൊടുക്കാം, അല്ലെങ്കിൽ സ്വമേധയെ പോലീസിന് കേസെടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയും ഇതിനകത്ത് പെടും. നിങ്ങൾ മറച്ചു വയ്ക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോലീസ് പുറത്തു കൊണ്ടുവരും. ഒരിക്കലും ഒരു സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടിയല്ല പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങളെ വിളിപ്പിക്കുന്നത്. ആരായാലും നിങ്ങളുടെ ഭാഗത്താണ് സത്യമെങ്കിൽ നിങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ വരലക്ഷ്മിയുടെ ഭാഗത്താണ് സത്യമെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആ പെൺകുട്ടിക്ക് വ്യക്തമായ സോഴ്സും എവിഡൻസും അടക്കമാണ് അത് TV വന്നു ആ പെൺകുട്ടി കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് കോണറിൽ നിന്നും ഡോക്ടർ റോബിൻ നിങ്ങളെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിങ്ങൾ പണം ഇടപാടുകളെ സംബന്ധിച്ച് ഒരുപാട് പണം വാങ്ങുകയും തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് കഥകൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെറ്റയാന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ശരിക്കും ഒരു ഡോക്ടർ തന്നെയാണോ? ഒരു എത്തിക്സ് ഇല്ലാത്തൊരു മനുഷ്യൻ അല്ലേ? ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു എത്തിക്സ് ഉള്ള ആളായിരിക്കണം നമ്മൾക്ക് പഠിച്ചിരിക്കുന്നത് അല്ലേ? എത്തിക്സ് വേണ്ടേ? നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ടായിരിക്കണം അല്ലെ? ഒരു സത്യസന്ധത, മിനിമം ഒരു സത്യസന്ധത ഉണ്ടാവണം അല്ലേ? നമുക്ക് സത്യസന്ധത ഇല്ലെങ്കിൽ താങ്കളൊരു ഡോക്ടർ അല്ല. താങ്കൾ വെറും ഒരു ഫ്രോഡാണ് അല്ലേ? ജഗപോക്രി ഫ്രോഡ് എന്ന് വേണമെങ്കിൽ പറയാം. പോക്രികളുടെ രാജാവാണെന്ന് പറയാം. ഇത്രയും കയ്യിലിരിപ്പ് കൊണ്ട് നിങ്ങൾ എങ്ങനെ ഒരു രോഗിയെ ചികിത്സിക്കും? നിങ്ങൾ ശരിക്കും ഒരു ഡോക്ടറാണോ? നിങ്ങളുടെ മുമ്പിലുള്ള MBBS അല്ലെങ്കിൽ അവസാനമുള്ള MBBS നിങ്ങൾ നേടിയത് ഇതുപോലെ വല്ല തട്ടിപ്പിലൂടെയാണെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഒരു MBBS പഠിച്ച് വിദ്യാർത്ഥിയായി അല്ലെങ്കിൽ ഒരു ഡിഗ്രിയുള്ള ഒരു ഡോക്ടറായിട്ടുള്ള നിങ്ങൾ ഇമ്മാതിരത്തി പ്രവർത്തിയാണ് താങ്കളുടെ ഭാഗത്തെങ്കിൽ താങ്കൾ ഇതിനു മുമ്പും ഇതിനേക്കാൾ വലിയ ജഗപോഗരി ആയിരിക്കും. അപ്പോൾ താങ്കളുടെ ബിരുദ സർട്ടിഫിക്കറ്റൊക്കെ അന്വേഷണ വിധേയമായി പോലീസിന് പരിശോധിക്കേണ്ടി വരും. അതുപോലെ പല കാര്യങ്ങളും, ഒരു പരാതിയുമേൽ പല പരാതികളും വരാൻ അന്വേഷിക്കും, പോലീസിന് അന്വേഷിക്കും. സമഗ്രമായി നിങ്ങളെപ്പറ്റി അടിമുടി ചിലപ്പോൾ അന്വേഷണം വന്നേക്കാം. കാരണം ഇപ്പോൾ ഭരിക്കുന്ന കോൺഗ്രസ്സാണ്, നിങ്ങളൊരു BJPയുടെ പ്രതിനിധിയാണ്. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ വാർത്തകളാണ് കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും വരുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ടത് ഇപ്പോൾ വരലക്ഷ്മിയുടെയും ആവശ്യമാണ്,
ഡോക്ടർ റോബിൻ്റെ ആവശ്യമാണ്. ഡോക്ടർ റോബിൻ ചെയ്തത് തീർത്തും ഈ പെൺകുട്ടി പറയുന്നത് പ്രകാരമാണെങ്കിൽ തീർത്തും ചെറ്റത്തരമാണ്. മേടിച്ച പണം തിരിച്ചു കൊടുക്കാതെ തുണി മുക്കി കാണിക്കുന്ന ആ മറ്റേ പരിപാടി അത് കൈവച്ചാൽ മതി. പിന്നെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞവർ പേടിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെടാൻ പണം കൊടുക്കാനുണ്ടായില്ല. സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഒരു ആവശ്യത്തിന് കൊടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം. ഈ സൈഡിൽ ഡോക്ടർ റോബിൻ ആ പെൺകുട്ടിക്ക് അയച്ചേക്കുന്ന സ്ക്രീൻഷോട്ട് ഞാൻ വ്യക്തമായിട്ട് ഇതിനകത്ത് കൊടുക്കാം. നിങ്ങളത് വായിച്ചു നോക്ക്, നിങ്ങൾ കൃത്യമായിരിക്കും മനസ്സിലാവും. പല കാരണങ്ങളാണ് ഈ ഡോക്ടർ റോബിൻ്റെ വീട്ടിലെ രോഗാവസ്ഥയെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തും ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഡോക്ടർ റോബിൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളൊക്കെ റെൻ്റാന്ന് പറയുന്നത്. പല കാര്യത്തിലും ഒരു അടിമുടി ഒരു തരികിട ഡോക്ടറായി മാറിയിരിക്കുകയാണ് ഡോക്ടർ റോബിൻ. ഡോക്ടർ റോബിൽ നിന്ന് ഞങ്ങൾ ഇതൊന്നും നിന്നല്ല പ്രതീക്ഷിച്ചു. ഞാനിപ്പോൾ വീഡിയോ ചെയ്യേണ്ട കാര്യം, നിങ്ങളെയൊക്കെ ആരാധിച്ചൊരു ആരാധന വൃന്ദമുണ്ട് കേരളം മുഴുവൻ. നിങ്ങൾക്ക് വോട്ട് ചെയ്ത, നിങ്ങളെ വിജയിപ്പിച്ച, ബിഗ് ബോസ് കണ്ട അനേകം കോടി ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. അവരെ മുഴുവൻ പറ്റിക്കുന്നതിന് തുല്യമായിപ്പോയി. വെറും കപട വേഷമായിപ്പോയി. ഇപ്പം മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.